മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയവും സന്തോഷവും നമ്മൾ കളയാൻ പാടില്ല. ഈ ലോകത്തെ എല്ലാവരുടെയും തൃപ്തിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. നമ്മൾ നമ്മളായി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ഉണ്ടാകുന്നത്. വിചിത്രമായ കഥകളുടെ ലോകത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടുപഴകിയ രാജാക്കന്മാരുടെയോ നീതികളുടെയോ കഥയല്ല. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു നിഗൂഢ ഗ്രാമത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പല വിചിത്ര മനുഷ്യർ ജീവിക്കുന്ന ഒരു താഴ്വരയുണ്ടായിരുന്നു. അവിടെ മാധവൻ എന്നൊരു യുവാവ് താമസിച്ചിരുന്നു. മാധവന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നാട്ടുകാർ എന്ത് പറഞ്ഞാലും അവൻ അത് അതേപടി വിശ്വസിക്കും. അവർക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്ന ഒരാളായിരുന്നു മാധവൻ. ഒരു ദിവസം മാധവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ വെയിൽ വീണു കിടക്കുന്ന ഒരു വിചിത്രമായ ഒരു വലിയ മൺപാത്രം കണ്ടു. ആ പാത്രത്തിന്റെ മുകളിൽ സംസാരിക്കുന്ന മൺപാത്രം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. മാധവൻ കൗതുകത്തോടെ ആ പാത്രം എടുത്തു. പെട്ടെന്നാണ് ആ പാത്രത്തിൽ നിന്നും ഒരു തമാശരൂപിയായ ഭൂതം പുറത്തു വന്നത്. നീണ്ട മൂക്കുകളും വലിയ വയറുമുള്ള ആ വിചിത്ര ഭൂതം പറഞ്ഞു, ഹാ, എന്നെ രക്ഷിച്ചതിന് നന്ദി മാധവ. ഞാൻ നിനക്ക് ഒരു വിചിത്രമായ സമ്മാനം നൽകാൻ പോകുകയാണ്. ഇതാ അദൃശ്യമായ കോട്ട്. ഇത് ധരിച്ചാൽ നിനക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ സാധിക്കും. കൃത്യമായി അവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നീ ഇത് രാത്രിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. മാധവന് വലിയ സന്തോഷമായി. അവൻ ആ കോട്ടുമായി രാത്രി ഗ്രാമത്തിലേക്ക് ഇറങ്ങി. അവൻ വിചാരിച്ചു, നാട്ടുകാർ എന്നെക്കുറിച്ച് എത്ര നല്ല കാര്യങ്ങളായിരിക്കും ചിന്തിക്കുക എന്ന്. അവൻ ആദ്യം തന്നെ തന്റെ ഉറ്റ സുഹൃത്തുമായ ഗോപാലന്റെ വീട്ടിലേക്ക് ചെന്നു. കോട്ട് ധരിച്ചു നിന്ന മാധവൻ കേട്ടത് ഗോപാലന്റെ മനസ്സിലിരിപ്പാണ്. ഈ മാധവൻ എത്ര വലിയ വിഡ്ഢിയാണ്! ഈ പൊട്ടൻ ഞാൻ പറഞ്ഞ എല്ലാം വിശ്വസിക്കുന്നു. നാളെ അവന്റെ പശുവിനെ എനിക്ക് പകുതി വിലക്ക് ചോദിച്ചു വാങ്ങണം. മാധവൻ ഞെട്ടിപ്പോയി. താൻ ദിവ്യതുല്യം സ്നേഹിച്ച സുഹൃത്ത് ഇതാണോ ചിന്തിക്കുന്നത്? അവന് സങ്കടമായി. അടുത്തതായി അവൻ നാട്ടിലെ വലിയ കാര്യസ്ഥനായ ആളുടെ അരികിലേക്ക് ചെന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ മാധവൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചു നടക്കുന്ന, സ്വന്തമായി ഒരു കാര്യവും ബോധവുമില്ലാത്ത വിഡ്ഢിയായ മനുഷ്യനാണ്. മാധവന്റെ കണ്ണ് നിറഞ്ഞു. താൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നിട്ടും ആർക്കും തന്നോട് ആത്മാർത്ഥമായ സ്നേഹമില്ല. സങ്കടത്തോടെ മാധവൻ വീട്ടിലേക്ക് മടങ്ങാൻ നേരം ഗ്രാമത്തിലെ ഏറ്റവും ദാരിദ്ര്യനായ എന്നാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. മാധവൻ കോട്ട് ധരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചു. ആ വൃദ്ധൻ ചിന്തിക്കുകയായിരുന്നു, ഈ ലോകത്ത് ആര് എന്ത് വിചാരിച്ചാൽ എനിക്കെന്താണ്? എനിക്ക് കഴിക്കാൻ ഒരു നേരം കഞ്ഞിയുണ്ട്, സുഖമായി ഉറങ്ങാൻ ഒരിടവുമുണ്ട്. ഞാൻ മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല ജീവിക്കുന്നത്. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതുമില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ആ ഒരൊറ്റ ചിന്ത മാധവന്റെ ജീവിതം മാറ്റിമറിച്ചു. അവൻ ആ വിചിത്ര മൺപാത്രത്തിനടുത്തേക്ക് ഓടിയെത്തി ആ കോട്ട് തിരികെ നൽകി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരുടെ മനസ്സറിയേണ്ട, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുമില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇനി മുതൽ ജീവിക്കുകയുമില്ല. അങ്ങനെ ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാജയമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം മാധവൻ സ്വന്തം ഇഷ്ടപ്രകാരം ആത്മവിശ്വാസത്തോടെ ജീവിച്ചു. സുഹൃത്തുക്കളെ, നമ്മളും പലപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി ജീവിക്കുന്നവരാണല്ലോ. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. മറ്റുള്ളവരുടെ തീരുമാനത്തിനോ ചിന്തക്കോ നിങ്ങൾ ഒരിക്കലും അവസരം കൊടുക്കരുത്. നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ജീവിതം. ഹുസൈൻ നിസാമി. നിഗൂഢമായ കഥകൾക്കും മനസ്സിനെ സ്പർശിക്കുന്ന കോട്ടുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്കൊരു പ്രചോദനമാണ്. നന്ദി, നമസ്കാരം.